ഇൻഫറൻസ് റൂൾ ഫോർ ക്വാണ്ടിഫയേഴ്സ്. ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൂള് ഓൾറെഡി റൂൾസ് ഓഫ് ഇൻഫറൻസ് പഠിച്ചായിരുന്നു. ഇനി ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഫറൻസ് റൂൾസാണ്. ഫസ്റ്റ് റൂളാണ് റൂൾ US അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് എന്താ പറയുന്നത്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ദെയർഫോർ പി ഓഫ് സി. അതായത് ഇഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇസ് ട്രൂ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ പി ഓഫ് സിയും ട്രൂ ആണ്. സി എന്ന് പറയുന്നത് എക്സിലെ ഏത് എലമെൻറ്റും ആകാം. അതായത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് വേർ എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു. അങ്ങനെ ആവുമ്പം ആ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? അതായത് 1 വരാം, 3 വരാം, 5 വരാം. ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഈ സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പി ഓഫ് സി എടുത്താലും ട്രൂ ആയിരിക്കുമല്ലോ. അതായത് പി ഓഫ് 3 എടുത്താലും പി ഓഫ് 5 എടുത്താലും പി ഓഫ് 7 എടുത്താലും ട്രൂ ആയിരിക്കുമല്ലോ. അതാണ് യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇസ് ട്രൂ ദെൻ പി ഓഫ് സി ഈസ് ട്രൂ. ഇനി എക്സിസ്റ്റൻഷ്യൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ റൂൾ ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ such that okay, there exists x such that p of x therefore p of c. അതായത് there exists x p of x is true then p of c is true. അതായത് there exists x p of x ട്രൂ ആണെങ്കിൽ p of c എന്ന് പറയുന്ന എലമെൻറ്റും ട്രൂ ആയിരിക്കും. c എന്ന് പറയുന്നത് there exists xനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. ഇനി യൂണിവേഴ്സൽ ജനറലൈസേഷൻ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ. ഇതിനെ നേരെ തിരിച്ചു പറയാം. പി ഓഫ് സി ട്രൂ ആണെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണ്. ഓക്കെ, അതേപോലെ പി ഓഫ് സി ട്രൂ ആണെങ്കിൽ ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണ്. സോ അന്നേരം ഇതിനകത്ത് ജനറലൈസേഷൻ റൂൾസും സ്പെസിഫിക്കേഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറലൈസേഷൻ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് സി ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേം പി എഫ് സി എന്ന് പറഞ്ഞ ഒറ്റ എലമെൻറ്റിനെ പറ്റി പറഞ്ഞിട്ട് അതിൽ നിന്ന് ജനറലൈസ് ചെയ്ത് മുഴുവനായിട്ടുള്ളതിനെ പറയാം. അത് പി ഓഫ് സി ട്രൂ ആണെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നു ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സും ട്രൂ ആണ്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജനറലായിട്ട് പറയുന്നു ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണ്, മൊത്തത്തിലാണ് പറയുന്നത്. അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടൊരു എലമെൻറ്റ് ട്രൂ ആണെന്നാണ് ഇവിടെ പറയുന്നത്. എഫ് സി ട്രൂ ആണെന്നാണ്. അതുകൊണ്ടാണ് സ്പെസിഫിക്കേഷൻ എന്നും ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് there exists x p of x and q of x implies there exists x p of x and there exists x q of x. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ പ്രിമിസ് എടുത്തു, ഈ പ്രിമിസിനെ എടുത്തു. ഈ പ്രിമിസിനെ എടുത്തതിന് ശേഷം റൂൾ ES വെച്ചിട്ട്, അതായത് സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പറയാമല്ലോ എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എ ആൻഡ് ക്യൂ ഓഫ് എ ട്രൂ ആണെന്ന് പറയാമല്ലോ. റൂൾ ES വെച്ചിട്ട്, അതായത് ഇതിന് ഇൻഡിവിജ്വൽ ടേംസ് എടുത്തിട്ട് നമുക്കിനി പറയാമല്ലോ റൂൾ ES വെച്ചിട്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് I1 I2, അതായത് നിങ്ങൾ റൂൾസ് നോക്കുക. I1 I2 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ. അതായത് പി ആൻഡ് ക്യൂവിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? പി എന്നും പി ആൻഡ് ക്യൂവിനെ ക്യൂ എന്നും എഴുതാം. ഇതിനെ രണ്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പി ആൻഡ് ക്യൂ കണ്ടു കഴിഞ്ഞാൽ അതിനെ പി എന്നോ അല്ലെങ്കിൽ ക്യൂ എന്നോ എഴുതാൻ പറ്റും. അപ്പം I1 I2 റൂൾ നോക്കുക, അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പം പി ഓഫ് എ ആൻഡ് ക്യൂ ഓഫ് എയിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പി ഓഫ് എ എന്നും ക്യൂ ഓഫ് എ എന്നും എഴുതാം I1 I2 വെച്ചിട്ട്. എന്നിട്ട് വീണ്ടും ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ. അതായത് പി ഓഫ് എയും ക്യൂ ഓഫ് എയും ട്രൂ ആണെങ്കിൽ ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സും ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സും ട്രൂ ആയിരിക്കുമല്ലോ. ഇൻഡിവിജ്വലി ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാമല്ലോ, അതും ട്രൂ ആയിരിക്കും. ഇനി I3 I4 പറയുന്നത് പിയും ക്യൂവും എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി ആൻഡ് ക്യൂ എന്ന അഡീഷൻ ചെയ്ത് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ നോക്കുക, I3 I4 റൂളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ റൂൾ അനുസരിച്ചിട്ട് ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് ചെയ്യാൻ പറ്റും. ഇതിനെ രണ്ടിനെ ഞാൻ ആൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടി. ഇതാണ് എന്താണ് എക്സിസ്റ്റൻഷ്യൽ സ്പെസിഫിക്കേഷനും എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ജനറലായിട്ട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ജനറലായിട്ട് പറയാനും പറ്റും. ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ by using this rules for quantifiers എന്ന് പറയുന്നത്. നെക്സ്റ്റ്
show that the premises everyone in this discrete math class has taken a course in computer science and Ali is a student in the class. Imply the conclusion Ali has taken a course in computer science. And first of all നമ്മൾ എന്ത് എഴുതാം, ഈ ഇൻഫറൻസ് റൂളിലുള്ള ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ഡി ഓഫ് എക്സ് ഡി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ എക്സ് ഈസ് ഇൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക് ക്ലാസ്. സി ഓഫ് എക്സ് വേർ എക്സ് ഹാസ് ടേക്കൻ എ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഇതാണ് അർത്ഥം. ഡി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക് ക്ലാസ്സിലാണ്. സി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലൊരു കോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്, എവ്രി വൺ ഇൻ ദിസ് ഡിസ്ക്രീറ്റ് മാത്സ് ഹാസ് ടേക്കൻ എ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പം അതെന്താണ്, ഫോർ ഓൾ എക്സ് എവ്രി വൺ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫോർ ഓൾ എക്സ് കൊടുത്തത്. ഫോർ ഓൾ എക്സ് ഈസ് ഇൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക് ക്ലാസ് ആയതുകൊണ്ട് എവ്രി വൺ ഇൻ ദ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക് ക്ലാസ്. ഫോർ ഓൾ എക്സ് ഡി ഓഫ് എക്സ് ഇംപ്ലൈസ് has taken a course in computer science. കമ്പ്യൂട്ടർ സയൻസിൽ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. therefore for all x d of x implies എന്താണ്, c of x. ഓക്കെ, എല്ലാ സ്റ്റുഡൻസും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിലൊരു എന്തെടുത്തിട്ടുണ്ട്, കോഴ്സ് കമ്പ്യൂട്ടർ സയൻസിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആൻഡ് അലി ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, അലി ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്. അന്നേരം ഡി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കാം, അലി എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കൊടുക്കാം, ഡി ഓഫ് അലി. അപ്പോൾ കൺക്ലൂഷൻ എന്താ, അലി ഹാസ് ടേക്കൻ എ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അലി എന്ന് പറയുന്ന ആൾ കമ്പ്യൂട്ടർ സയൻസിലൊരു കോഴ്സ് എടുത്തു എന്നാണ് നമ്മൾ കൺക്ലൂഷൻ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, അന്നേരം എങ്ങനെ എഴുതാം, സി ഓഫ് അലി അല്ലേ, സി ഓഫ് അലി, അലി എക്സിൻ്റെ സ്ഥാനത്ത് അലി. ഇപ്പോൾ അലി ഹാസ് ടേക്കൻ എ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അന്നേരം ഇതിനെ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതെടുക്കാം. ഫോർ ഓൾ എക്സ് ഡി ഓഫ് എക്സ് ഇംപ്ലൈസ് സി ഓഫ് എക്സ്. യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും, എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുക്കാൻ പറ്റുമല്ലോ, ഇവിടെ അത് അലി കൊടുക്കുക. അപ്പം ഡി ഓഫ് അലി ഇംപ്ലൈസ് സി ഓഫ് അലി. അതായത് ഡി അലി ഈസ് ഇൻ ഡിസ്ക്രീറ്റ് ക്ലാസ് വിച്ച് ഇംപ്ലൈസ് അലി ഹാസ് എ ടേക്കൻ എ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അത് കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, നമുക്ക് റൂൾസ് വെച്ചിട്ട് എന്തെഴുതാൻ പറ്റും, ഡി ഓഫ് അലീനെ സി ഓഫ് അലീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഓക്കെ സോറി റൂൾസ് വെച്ചിട്ടല്ല, അടുത്ത പ്രിമിസ് ഉണ്ട്, ഡി ഓഫ് അലി എന്ന് പറയുന്ന പ്രിമിസ് ഉണ്ട്. ഡി ഓഫ് അലി എന്ന് പറയുന്ന പ്രിമിസിനെ ഞാൻ എടുത്തെഴുതി. ഈ നോക്കിയേ, മോഡസ് പോണൻസ് അനുസരിച്ച് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ റിസൾട്ട് എന്താണ്, ക്യൂ, സി ഓഫ് അലി. ഓക്കെ, ഇതാണ് ഈ റൂള്. അത് ആദ്യം പറഞ്ഞിരിക്കുന്ന, ആദ്യം ഞാൻ എൻ്റെ എടുത്തു, ഫോർ ഓൾ എക്സ് ഡി ഓഫ് എക്സ് ഇംപ്ലൈസ് സി ഓഫ് എക്സ് എന്ന പ്രിമിസ് എടുത്തു. അത് കഴിഞ്ഞ് യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡി ഓഫ് അലി, അതായത് ഇൻസ്റ്റൻറ്റേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ, യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷനാണ് ഇവിടെ ഇൻസ്റ്റൻറ്റേഷൻ എഴുതിയേക്കുന്നത്. അപ്പം അത് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാൻ പറ്റും, ഡി ഓഫ് അലി ഇംപ്ലൈസ് സി ഓഫ് അലി. അതിൽ നിന്ന് നമുക്ക് അടുത്തൊരു പ്രിമിസ് എഴുതാൻ പറ്റും, ഡി ഓഫ് അലി. 2ഉം 3ഉം കൂടെ നോക്കുമ്പോൾ മോഡസ് പോണൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് എഴുതാൻ പറ്റും. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കാം. A student in this class has not read the book and everyone in this class has passed the first exam. Imply the conclusion, someone who passed the first exam has not read the book. അപ്പോൾ അന്നേരം എന്തൊക്കെയാണ് എഴുതാനുള്ളത്, സി ഓഫ് എക്സ്, എക്സ് ഈസ് ഇൻ ദിസ് ക്ലാസ്, എക്സ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലാണ്. അടുത്തത് ബി ഓഫ് എക്സ്, എക്സ് ഹാസ് റീഡ് ദ ബുക്ക്. പി ഓഫ് എക്സ്, എക്സ് പാസ് ദ ഫസ്റ്റ് എക്സാം. അന്നേരം മൂന്നെണ്ണമാണുള്ളത്. സി ഓഫ് എക്സ്, എക്സ് ഈസ് ഇൻ ദ ക്ലാസ്. ബി ഓഫ് എക്സ്, എക്സ് ഹാസ് റീഡ് ദ ബുക്ക്. പി ഓഫ് എക്സ്, എക്സ് പാസ് ദ ഫസ്റ്റ് എക്സാം. ഇത് 3 കാര്യങ്ങളാണ് ഉള്ളത്.